സുന്നി ലോകത്തിന്റെ ധീരനേതാവായിരുന്ന മർഹൂം താജുൽ ഉലമയുടെ പ്രസംഗം സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. സമസ്തയുടെ നേതാക്കൾക്ക് കണ്ണിയത്തുസ്താദിന്റെ ഗുരുത്തക്കേട് പറ്റിയെന്ന ഒരു വിഭാഗത്തിന്റെ കുപ്രചരണങ്ങൾക്ക് ചുട്ട മറുപടി നൽകുന്ന താജുൽ ഉലമയുടെ പഴയകാല പ്രസംഗമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. പ്രസംഗം ഇങ്ങനെ കേൾക്കാം. അങ്ങനത്തെ കണ്യം മുസ്ലിം അവരെ കുരുത്തക്കേട് നീക്കി പറ്റിയെന്നൊക്കെയാണ് ഇപ്പോൾ ഒരു കൂട്ടം പറഞ്ഞു നടക്കണം. ആയിക്കോട്ടെ, ഞാൻ കുരുത്തുള്ളവനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈക്കന്റെ കുരുത്തക്കേട് വെച്ച് അങ്ങനെ പല കുരുത്തക്കേട് നീക്കി. അതുകൊണ്ട് അള്ളാഹുവിനെ കുറച്ചും കൂടി ആസി നീക്കിയിട്ട് ഒരു കുരുത്തക്കേട് എനിക്ക് വെച്ചില്ല. ഞാൻ അവരോടും പറയും, കന്യമ്മയിലാരോടും പറയും, ഈക്കനോടും പറയും, അവർക്കൊക്കെ എന്നോട് സ്നേഹമാണ്. പിന്നെ ഓരോ കാര്യത്തിന് അള്ള വേണ്ടി വെച്ചൊക്കെ നടക്കണ്ടേ. മൂപ്പരെന്താ അറിയോ, കന്യമ്മയിലെന്നറിയാല. അവിടെ നിന്ന് ദ്വാരപ്പിച്ച് താഴെ കൊണ്ടായ പിന്നെ ഇവരല്ലേ ചക്കരക്കഞ്ഞി വെക്കുന്നത്. അത് മൂപ്പരറിയില്ല. ഉള്ളാളക്കാർ അവിടെ നിന്ന് ഒരു ദിവസം ക്ഷണിക്കാൻ വേണ്ടിയില്ല വന്ന്. ആരൊക്കെ ഇന്നല്ല, ബാക്കിയുള്ള മൊഴിമാരന്മാരെ ക്ഷണിക്കാൻ പോകുമ്പോൾ തങ്ങളും വരണ്ടേ. നമ്മൾ തെറ്റിയ കാലമായതുകൊണ്ട് അവർ വന്ന് എന്താക്കുന്നു, നിങ്ങൾ പോയി ക്ഷണിക്കണോ? ആര് പണ്ടാരനെ ക്ഷണിച്ച് അവരൊക്കെ ക്ഷണിക്കണോ? തങ്ങൾ വരണം നമ്മളെ കൂടെ പോകാ. അങ്ങനെ ഞാൻ പറഞ്ഞു. ഈക്കൻ്റെ അടുത്ത് പോയാൽ മതി. ഈക്കൻ കഞ്ഞിനൊക്കെ ഇതൊക്കെ പോണില്ലേ, അവിടെയൊക്കെ പൈസ കന്യമ്മയിലാണ്. അവിടെ പോയപ്പോൾ ഞാൻ കാറ് തീർന്നു. ഇവരയച്ചു. ഉള്ളാളത്തുനിന്ന് വന്ന അവനെ എല്ലാം കൂടി 30 അയച്ചു. അവിടെ ചെന്നപ്പോ നിങ്ങളെന്തേ വന്ന്? ഞാൻ ഉള്ളാളം മുതൽ ഞങ്ങളോടെ ഞങ്ങൾ കാറിലുണ്ട്. എന്തായാലും കൊണ്ട് വിളിക്കും കുഞ്ഞുമാരെ പോവോ? അപ്പൊ അടുത്ത മാനേജ വന്ന് 30 വിളിക്കുന്നതാണ്. ഞാൻ ചെന്ന് ഞാൻ സലാം കല്ലി ഒരു സലാം കല്ലി മറിച്ചു പറഞ്ഞു, തങ്ങൾ എന്ത് പണിയെടുത്തത്? തങ്ങൾ അവിടെ കാൽ കുത്തിരിക്കാൻ അവിടെ ഒന്ന് അങ്ങോട്ട് വരുന്നത്. അത് നിങ്ങൾ എന്നെ പുറത്താക്കിയില്ല. പിന്നെ ഞാൻ അങ്ങനെ വരുന്നത്? തങ്ങളെ ഞാൻ പുറത്താക്കി. എല്ലാ പേപ്പറിലൊക്കെ ഒന്നുള്ള നിങ്ങൾ പുറത്താക്കിയാണ്. ഞാൻ തങ്ങളെ പുറത്താക്കിയില്ല, ഞാൻ തങ്ങളെ കൂടെ. ഇതൊരു ഉള്ളാളക്കാർ കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കള്ളപ്രേതായുണ്ട് എന്നൊരു കുഴപ്പമില്ല. അല്ല അന്നല്ല വീടിനെ പുറത്താക്കി. എന്തെല്ലാം ഇവർ ചെയ്തു കൂട്ടിയത്. ഇനി ആർക്കാടാ കഴിയ? സുന്നത്ത് ജമാഅത്തിന്റെ അടിസ്ഥാന മതിയായ നിലത്തിലല്ലേ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ 115 വയസ്സ് ജീവിച്ചതാണ്. അങ്ങനത്തെ മഹാനവരകളുടെ കാലത്താണ് സമത്വം ഉണ്ടാക്കി. അന്നത്തെ എല്ലാ അഴിമകളും നമ്മളൊന്നും ജനിച്ചിട്ട് കൂടിയില്ല. ആ സ്ഥാപനത്തിന്റെ സംഗതികളൊക്കെ മാറ്റിമറിച്ച് പുതിയ രൂപത്തിലേക്ക് പോകാൻ പുറപ്പെട്ടപ്പോൾ പിന്നെ അവിടെ ഒത്തുകൊടുക്കാൻ കഴിയോ? AP ആയിട്ടല്ലടാ തെറ്റിയത്, ഞാനുമായിട്ടാണ് തെറ്റിയത്. അറിയോ? ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭൂരിപക്ഷമില്ല. പക്ഷെ എനിക്ക് ഓടാനും പാടാനും കഴിയില്ല. അതിനെ AP അംഗമാക്കി. ഷംസുൽ ഉലമയെ താജുൽ ഉലമ കാഫിറാക്കി എന്ന ദുഷ്പ്രചരണം നടത്തിയവർക്ക് മറുപടിയും താജുൽ ഉലമയുടെ പ്രസംഗത്തിലുണ്ട്. എന്നെ സംബന്ധിച്ച് എത്ര എന്തെല്ലാം പറഞ്ഞു നോക്കി. ഉള്ളാളത്തേക്ക് എത്ര കമ്പി കത്ത്. സുബ്ഹാനല്ലാഹ്. എന്ത് ഈ ചില കാപ്പറാക്കി ഉസ്താദെ കാപ്പറാന്ന് ഞാൻ പറഞ്ഞിരുന്നല്ല. കുഴപ്പം ഇല്ലേ? നിങ്ങളൊന്നും കേട്ടില്ലേ? എന്നിട്ടോ ഉള്ള ആൾക്കാരെന്തേ നമുക്ക് ചെയ്യാൻ കഴിയോ? ഒന്നും കുരുങ്ങിയില്ല. നമ്മൾ ശിഷ്യന്മാർ തന്നെ എന്താ അങ്ങനെ എന്നൊക്കെ കത്തെഴുതി നോക്കി. ഓരൊക്കെ അവിടെ പോയി ഒടുവിലൊന്ന് പൊരുത്തം പിടിക്കാൻ വേണ്ടി ഈ ഞാൻ കാഫറാക്കിയാണ്. ഞാൻ പറഞ്ഞതെന്നാ ഈ മടവൂരിന്റെ അവര് പറഞ്ഞതാ. ഞാന് അവിടെ എപ്പോഴും പോണ ആളൊന്നുമല്ല. ഈ ഔലിയാക്കന്മാരെ പിന്നാലെ പോയതിനെ പണിയൊന്നും ഇരിക്കില്ല. വളരെ ബുദ്ധിമുട്ടായ ചിലപ്പോ അങ്ങനെ ആളുണ്ടെന്ന് കേട്ടാൽ ഞാനൊന്നും പോകില്ല. ഒരിക്കലും ഈ മടവൂരിനെ കാണാൻ വേണ്ടി ഞാൻ പോയി. എന്തിന്? ഈ കുഴപ്പം വന്നതിന് ശേഷം
നമ്മുടെ ഇടയിൽ ഒരു ഭിന്നിപ്പ് വന്നപ്പോ ഈ മൂപ്പരോടെല്ലാം പോയിട്ട് പറയാം. അപ്പോഴാണ് എന്നെ പിടിപ്പിച്ച് വാതിൽ തുറന്നെന്ന് ഒരാളോടും ഉണ്ടാത്തക്കാരാണ്. സലാം ചെല്ലി സലാം മടക്കി. സലാം മടക്കിയതിന് ശേഷം ഞാൻ വന്ന സംഗതി പറഞ്ഞു. ഇപ്പോഴെല്ലാം ഭിന്നിപ്പും കാര്യവും ഒക്കെ ആയിപ്പോയില്ലേ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? അന്താരൽ ഹക്ക്, നിങ്ങൾ ഹക്കിന്റെ മേൽ അടിയുറച്ചു നിന്നോളൂ. ആ പറഞ്ഞ നമ്മുടെ ഉസ്താദല്ലേ, ഇക്ക് ഉസ്താദല്ലേ, ഞാൻ എന്ത് ചെയ്യണം? അന്താരൽ ഹക്ക്, നീ ഹക്കിന്റെ മേൽ അടിയുറച്ചു നിന്നോളണം. വീണ്ടും ഞാൻ പറഞ്ഞപ്പോൾ കഫറ, മടവൂര് കഫറ എന്ന് പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞതല്ല. കഫറയ്ക്ക് പല അർത്ഥമുണ്ട്, അതെനിക്കും അറിയാം. അതുകൊണ്ട് അതങ്ങട്ട് പരത്തിയിട്ട് ഉള്ളാളത്തം ഞാൻ ഒഴുകിപ്പോകുന്നു വിചാരിച്ചെല്ലാരും. പ്രസിഡന്റ് ഒക്കെ വന്നു. പറഞ്ഞവനൊക്കെ എവിടെ പോയി? എവിടെ? ഒരു നാട്ടിക മൂസ എന്ന് പറഞ്ഞു വരുത്താൻ വല്ലാതെ മംഗലാപുരത്ത് വന്ന് പറഞ്ഞു. ഓന് മരിച്ചു നോക്കുമ്പോ ഓന്റെ വലിയ ശിഷ്യനുണ്ടായി പോയി. അവന്റെ നാവില്ല, കാരണം ഇവന്റെ നാവേ ഇല്ല. മരിക്കുമ്പോൾ അവന്റെ നാവ് ചുരുണ്ടുപോയിരിക്കുന്നു.